ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാ. ഡെസ്റ്റിനേഷൻ ഏതാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഏകദേശം അറിയാം, പക്ഷെ കറക്റ്റ് സ്ഥലമൊക്കെ പറയണമെങ്കിൽ പോണം, പോയി ചെന്നാലേ അറിയത്തുള്ളൂ. പോണ വഴിക്കാണ് നമുക്ക് ഇന്ന സ്ഥലത്തേക്കാ പോണേന്നൊന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. വന്നിപ്പോൾ എവിടെ പോയാലും കൂടെ ഡാനിക്കും വരണം എന്നുള്ളൊരു വാശിയിൽ അവനിപ്പോൾ എന്നും വീട്ടിൽ കൂടെ നടക്കുന്നത്. അത് കാരണം ഞങ്ങൾ ബാഗ് എടുത്ത് വെച്ചപ്പം അതിൻ്റെ ഒരു സൈഡിൽ അവനും കയറിയിരിക്കുക. ബാഗിനകത്ത് കയറിയിരുന്നാൽ അവനെയും കൊണ്ടുപോകുന്ന ഓർത്തോണ്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. മലയാളം ലിമിറ്റഡിന്റെ തേയിലത്തോട്ടമായിട്ട് കാണുന്നത്. ഇതേതാ സ്ഥലം? ഏതാ? ഇത് പൂപ്പാറ തലക്കുളം ആനയിറങ്കൽ ഡാമിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കയറും. അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ രാത്രിയിൽ ഇവിടെ റോഡിലിറങ്ങും. ഇവിടെ ഏലത്തോട്ടത്തിൽ പണിയുന്ന ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അരിക്കൊമ്പനെ ഇവിടുന്ന് പിടിക്കണമെന്നുള്ള തീരുമാനം എത്തിയത്. നമ്മളിപ്പോൾ ബോഡിമെട്ട് എത്താറായി. മൂന്നാറിൽ നിന്ന് ബോഡിമെട്ടിലേക്ക് എത്താറായി. ഇതിൽ ഈ മഴയുടെ കാറ്റിൻ്റെ ദിശ നോക്കി നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ മേഘങ്ങളങ്ങ് പോവുക. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള കാറ്റ് ഈ ബോർഡറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഈ മഴേനെയും ഈ മേഘത്തിനെയും എല്ലാം ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളിവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ കാണാം. ഇപ്പോൾ ഇവിടെ മഴയാണ്. ഇവിടുന്ന് ഒരു 100-200 മീറ്റർ കഴിയുമ്പം ഇവിടെ ഈ മഴ ചിലപ്പോൾ അപ്പുറം കാണണമെന്നില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ നോക്കാം. ഇതാണ് ബോഡിമെട്ട്. പഴയ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ഒരു ബോർഡറാണ് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും. ഈ കാണുന്നത് പഴയ സെയിൽ ടാക്സിൻ്റെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ഷൻ സെൻ്റർ ആയിരുന്നു. അതൊക്കെ ട്രാവൻകൂർ കസ്റ്റംസ് ഹൗസ് ബോഡിമെട്ട്. അതായത് രാജഭരണകാലത്തുള്ള ഒരു ബിൽഡിങ്ങാണ്. അവിടെ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന ഒരു കസ്റ്റംസിൻ്റെ ഒരു ഓഫീസാണ് അതിനാണ്. തമിഴ്നാട് ബസ്സൊക്കെ വന്നു വട്ടം കയറ്റി നടത്തും. കേരളത്തിൽ നിന്ന് ഉള്ള മേഘങ്ങൾ തമിഴ്നാട് ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നതാണ് കാരണം. ഇത് ബോഡിമെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഒരു ചുരമാണ്. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് ബോഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം തേനി എന്ന പട്ടണം കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇവിടെ മഴയുടെ മഞ്ഞുള്ളതുകൊണ്ട് കാര്യമായിട്ട് കിട്ടുന്നില്ല. ഇതിലുള്ളൊരു യാത്ര ഒരു അനുഭവമാണ്. തമിഴ്നാട്ടിലേക്ക് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്ന് പൂപ്പാറ വഴി ബോഡിമെട്ടിൽ വന്നിട്ട് ഈ ചുരം ഇറങ്ങി മധുര, അതുപോലെ ധനുഷ്കോടി, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ഉള്ളൊരു യാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഇവിടുന്ന്. പുലിക്കുത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒരുപാട് വാഹന അപകടങ്ങളും ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പ്രദേശമാണിത്. ഇപ്പോൾ റോഡിന് വീതിയായി. നാഷണൽ ഹൈവേ റോഡിന് വീതിയെല്ലാം കൂട്ടി വാഹന ഗതാഗതമൊക്കെ വളരെ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ തേനിക്ക് പോകുന്ന വഴി നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറക്കെട്ടാട്ടോ ഇത്. ഈ വഴി പോകുന്ന ആരും ഇത് മറക്കാൻ ചാൻസ് ഇല്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണത്. കുറേ മലയാള സിനിമയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പേരൊന്നും അങ്ങനെ ഓർക്കണില്ല. പക്ഷേ നമ്മൾ ഈ വഴി പോകുമ്പം എന്തായാലും നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നൊരു സ്ഥലം. അത്രയ്ക്ക് ഭംഗിയത്. പണ്ടത്തെ തൊട്ട് കുറേ സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. തമിഴ് സിനിമയിലും മലയാള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് പേരുണ്ടോ അങ്ങനെയൊന്നും അറിയത്തില്ല. എന്തായാലും
ഈ വഴി പോയിട്ടുള്ള ആരും അത് മറക്കാൻ ചാൻസ് ഇല്ല. ഏതാ വാങ്ങി? അങ്ങനെ നമ്മളിപ്പം മധുരയിലാണ് എത്തിയേക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മധുരയിൽ വരുന്നത്. പക്ഷേ ചാച്ച നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു റൂമൊക്കെ കണ്ടുപിടിച്ചു. ബാഗൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ നേരെ മധുര ടെമ്പിൾ കാണാനാണ് പോകുന്നത്. വൈകുന്നേരം ആയ കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോയിലാണ് അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ മധുരയിൽ വന്ന് അവിടുത്തെ അമ്പലമൊക്കെ കണ്ടു. പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഇവിടെ. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ട്. ഇന്ന് നമ്മളപ്പോൾ മധുരയിലാണ്. അപ്പോൾ നാളെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇനി റൂമിൽ ചെന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.